നമസ്കാരം. ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ ഇടതംഗത്തിന്റെ ഭർത്താവ് സുധീർ പുന്നപ്പാലയുടെ കട CPM പ്രവർത്തകർ അടിച്ചു തകർത്തുവെന്ന് പരാതി. കട പൂട്ടി താക്കോല് കൊണ്ടുപോയെന്നും ആരോപണമുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KP റീനയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് സുധീർ പുന്നപ്പാല പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അക്രമി സംഘം കട തകർത്ത് താക്കോല് കൊണ്ടുപോയതായിട്ടാണ് സുധീറിന്റെ ആരോപണം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് സുധീർ മലപ്പുറം SP-ക്ക് പരാതി നൽകി. നേരത്തെ കൂറുമാറ്റത്തിൽ CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി കോൾ സന്ദേശം പുറത്തു വന്നിരുന്നു. കൂറുമാറിയ പഞ്ചായത്ത് അംഗം നുസൈബയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചായിരുന്നു എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. പാർട്ടിയെ കുത്തിയാണ് പോകുന്നത്, ഒരു ദാക്ഷിണ്യം നിന്നോടും നിന്റെ കുടുംബത്തോടും ഉണ്ടാകില്ലെന്നായിരുന്നു ഭീഷണി. അതിനിടെ നുസൈബയുടെ കൂറുമാറ്റത്തിൽ CPM ഭീഷണിക്ക് പിന്നാലെ നുസൈബയുടെ ഭർത്താവിനെ CI2 ഏരിയ സെക്രട്ടറി MR ജയചന്ദ്രനും ഭീഷണിപ്പെടുത്തിയിരുന്നു. CPM-നെ ചതിച്ചാൽ തുടർന്നുള്ള ജീവിതം പ്രയാസമാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. PV അൻവറിനൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, പാർട്ടിയെ കുത്തിയാണ് നീ പോകുന്നത്, അത് ഓർമ്മ വെച്ചോ എന്നായിരുന്നു T രവീന്ദ്രന്റെ മുന്നറിയിപ്പ്. ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് UDF ഭരണം തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. LDF-ന് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ സംഭവിച്ചത്. സംഘർഷവും ഇതിനെ തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഏരിയ സെക്രട്ടറിയുടേതെന്ന് കരുതുന്ന ഭീഷണി സന്ദേശവും പുറത്തുവന്നത്. PV അൻവറിനെ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കമെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു സുധീറിന് ലഭിച്ച ഭീഷണി. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അൻവറെ കണ്ടിട്ട് ഈ തീരുമാനമെടുത്തത് ഭാവിയിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പാർട്ടിയെ കുത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നത്, അത് ഓർമ്മ വെക്കണം. ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. പാർട്ടിയെ പുറത്തുനിന്ന് കുത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അൻവറിന്റെ പിന്നാലെയല്ലേ നടക്കുന്നത്? അങ്ങനെ തന്നെ നടന്നു. നമുക്ക് നോക്കാം. അൻവർ എന്താണ് എന്നത് എനിക്കറിയാം. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നയാളാണ് അയാൾ. ഞങ്ങൾക്ക് 6-8 മാസം ഭരണം പോകുമെന്നേ ഉള്ളൂ, കരുതിയിരുന്നുള്ളൂ. ഭീഷണി സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. CPM അംഗമായിരുന്ന നുസൈബ UDF-നൊപ്പം നിന്ന് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് LDF-ന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. ഇതിനുശേഷമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ നുസൈബയുടെ ഭർത്താവിന് ഭീഷണി ഫോൺ കോൾ എത്തിയത്. ചുങ്കത്തറയിലെ കൂറുമാറ്റത്തെ തുടർന്നുള്ള വാക്പോരിന് പിന്നാലെയായിരുന്നു ഭീഷണി. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 10 വീതം അംഗങ്ങളാണ് LDF-നും UDF-നും ലഭിച്ചിരുന്നത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെ വത്സമ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് പ്രസിഡന്റായി. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന നറുക്കെടുപ്പിലും UDF-ന് തന്നെയായിരുന്നു വിജയം. എന്നാൽ 15 മാസത്തെ ഭരണം പൂർത്തിയായപ്പോഴേക്കും മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്ന MK നജ്മുനീസയെ UDF-ൽ നിന്ന് അടർത്തിയെടുത്ത് LDF-ന്റെ ഭാഗമാക്കിയാണ് പഞ്ചായത്തിൽ ഇടതുഭരണം കൊണ്ടുവന്നത്. അന്ന് അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അന്നത്തെ MLA ആയിരുന്ന PV അൻവർ ആയിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ഭരണത്തിൽ നിന്ന് ചുങ്കത്തറ പഞ്ചായത്തിനെ UDF പക്ഷത്തെത്തിച്ചതും MLA സ്ഥാനം രാജിവെച്ച PV അൻവർ തന്നെയാണെന്നതാണ് ശ്രദ്ധേയം.